എല്ലാവർക്കും നമസ്കാരം. ഫാനോസിൻ്റെ സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഇതിൻ്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് ശ്രീ ബാബുരാജിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ പല സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പല സംഘടനകളിൽ ഭാരവാഹിയാണ്. എന്നാൽ ഇവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു സംഘടനയെയും പ്രതിനിധീകരിച്ചല്ല. ഈ വഖഫ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ പഠനങ്ങളുടെയും അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുടെയും അതിൽ അടങ്ങിയിട്ടുള്ള ഇഷ്യൂസിൻ്റെയും ഒരു അവതരണമാണ് ഇവിടെ നടത്തുന്നത്. അതിന് ഞാൻ അംഗമായിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുമായിട്ടും ബന്ധമില്ല. എന്താണ് വഖഫ്? അതൊരു അറബി വാക്കാണ്. വഖഫ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മതകാര്യത്തിനോ അല്ലെങ്കിൽ ഒരു പൊതുക്കാര്യത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ദാനമാണ്, ഒരു ഇഷ്ടദാനമാണ്. സ്വന്തം സ്വത്ത് പൊതുക്കാര്യത്തിന് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്ക് എഴുതി വെക്കുക എന്നുള്ള ഇസ്ലാമിക രീതിയിലുള്ള ഒരു വാക്കാണ് എന്നുള്ള ഒരു കാര്യം ആ കാര്യം എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. എന്നാൽ അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ഒരു വാക്കാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ വഖഫ് ഒരു വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ ആ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ ഉള്ളത്, നേരത്തെ ഇവിടെ പ്രൊഫസർ നരേന്ദ്ര നായക് സൂചിപ്പിച്ചതുപോലെ, ഇതിനകത്തുള്ള ഹിന്ദുത്വ ശക്തികളുടെ വിഭജന തന്ത്രങ്ങളാണ് ഇതിനെ ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് കേരളത്തിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇതിനെ ഒരു സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാനുള്ള അവർ നടത്തി വരുന്ന ദീർഘകാല പരിശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ആ വിഭജന തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് 2-3 കാറ്റഗറിയുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഔട്ട്റൈറ്റ് ലൈസ് ആണ്. എന്ന് പറഞ്ഞാൽ പരിപൂർണമായ കള്ളം. അതിലൊരു കള്ളം ഞാൻ പറയാം. പാകിസ്ഥാൻ്റെ മൊത്തം ഏരിയയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ വഖഫ് ബോർഡിന് സ്വത്തുക്കളുണ്ട് എന്നുള്ള ഒരു നുണയാണ്. വ്യാപകമായി പ്രചരിക്കുന്ന നുണയാണ്. പോസ്റ്ററായിട്ടും പോസ്റ്റുകളായിട്ടും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ കണക്ക് എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ്റെ ഏരിയ എന്ന് പറയുന്നത് 8.8 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്, ചതുരശ്ര കിലോമീറ്ററാണ്. വഖഫ് സ്വത്തുക്കളുടെ ഇന്ത്യയിലെ ഏരിയ എന്ന് പറയുന്നത് 9 ലക്ഷം ഏക്കറാണ്. ഏക്കർ. അപ്പം ഏക്കറും സ്ക്വയർ കിലോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം അജഗജാന്തരം എന്ന് പറയുന്ന പോലെയാണ്. സ്ക്വയർ കിലോമീറ്ററിൻ്റെ മുമ്പിൽ ഏക്കർ ഒന്നുമല്ല. പക്ഷെ പറയുന്നത് അത് 8.8, ഇത് 9.4. അപ്പോൾ പാകിസ്ഥാൻ്റെ ഏരിയയേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. പച്ച നുണയാണ്. പാകിസ്ഥാൻ്റെ ഏരിയ 8.8 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്. വഖഫ് സ്വത്തുക്കളുടെ മൊത്തത്തിലുള്ള വിസ്തീർണം എന്ന് പറയുന്നത് 9.4 ഏക്കർ മാത്രമാണ്. ഇന്ത്യ പോലെയുള്ള ഒരു ബൃഹത്തായ രാജ്യത്തിൽ അതൊരു വലിയ ഏരിയയായിട്ട് കണക്കാക്കാൻ പോലും കഴിയില്ല. പിന്നെ പ്രചരിക്കുന്ന ഒരു നുണ എന്ന് പറയുന്നത്, വഖഫ് ബോർഡിന് എവിടെയും ഏത് സ്വത്തും അത് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനുമേൽ അവകാശവാദം ഉന്നയിക്കാം എന്നാണ്. അത് നുണയാണ്. കൃത്യമായ ബേസിസ് ഇല്ലാതെ ആര് എപ്പോൾ എന്ത് പർപ്പസിന് വേണ്ടി എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ലാതെ വഖഫ് ബോർഡിന് അങ്ങനെയുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു നിയമവും ഇന്ത്യയിലില്ല. പിന്നെ പ്രചരിക്കുന്ന ഒരു നുണ എന്ന് പറയുന്നത്, വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് വഖഫിൻ്റെ
ഭാഗമാണ്, വഖഫ് ബോർഡിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതായത് വഖഫ് ബോർഡ് സ്വന്തമായിട്ട് ഒരു കോടതി നടത്തുന്നു. ആ കോടതിയുടെ പേരാണ് വഖഫ് ട്രിബ്യൂണൽ എന്നാണ് പ്രചരിപ്പിക്കുന്ന മറ്റൊരു നുണ. എന്നാൽ വാസ്തവത്തിൽ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് വഖഫ് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക കോടതിയാണ്. നമ്മൾ മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിം ട്രിബ്യൂണൽ എന്ന് പറയുന്നത് പോലെ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് പോലെ, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് പോലെ കോടതിയുടെ അധികാരമുള്ള, സിവിൽ കോടതിയുടെ, ജില്ലാ കോടതിയുടെ അധികാരമുള്ള കോടതിയാണ് ഈ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ആ ട്രിബ്യൂണലിൽ ഉള്ള ജഡ്ജിമാർ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഇവിടെ ഞാൻ നോക്കിയപ്പം കോഴിക്കോട് ഒരു വഖഫ് കോർട്ടുണ്ട്, ആ വഖഫ് ട്രിബ്യൂണലുണ്ട്. ആ വഖഫ് ട്രിബ്യൂണലിലെ ജഡ്ജി ശ്രീ രാജൻ തട്ടിൽ എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. മുസ്ലിം പോലും അല്ല, മുസ്ലിം ആയിരിക്കണം എന്നില്ല, വഖഫ് ട്രിബ്യൂണലാണ്. ആ ട്രിബ്യൂണൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലൊക്കെ പോലെയുള്ള, മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിം ട്രിബ്യൂണൽ പോലെയുള്ള ട്രിബ്യൂണലാണ്, ഒരു കോടതിയാണത്. അതാണ് മറ്റൊരു നുണ. പിന്നെ ഒന്ന്, ഈ വഖഫ് സംബന്ധമായ കാര്യങ്ങൾ ഇന്ത്യയിലെ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയും. ആദ്യം വഖഫ് ട്രിബ്യൂണലിൽ പോകണം. വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിയിൽ ഈ ഹർജിക്കാരന് തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. കാരണം വഖഫ് കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ജില്ലാ തലത്തിലുള്ള ഫസ്റ്റ് ക്ലാസ് കോർട്ടിൻ്റെ അധികാരപരിധി തന്നെയാണ്. ഇതിന് പകരം ആ കോടതി പോകുന്നേ ഉള്ളൂ. സാധാരണ സിവിൽ കോടതി തന്നെയാണത്. സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സിവിൽ കോടതിയുടെ അതേ ഡെസിഗ്നേഷൻ തന്നെയാണ് വഖഫ് ട്രിബ്യൂണലിനുള്ളത്. കോടതിയിൽ പിന്നീട് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും തെറ്റാണ്. അത് സ്വാഭാവികമായിട്ടും സിവിൽ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണോ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് അതേപോലെ ചോദ്യം ചെയ്യാം. അതിലും തൃപ്തിയില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭരണഘടനാ വിഷയങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാം. പിന്നെ വരുന്ന നുണ എന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നുണ്ട്, അതോടുകൂടി ഇതെല്ലാം ശരിയാകുന്നതാണ്. അതും വസ്തുതയല്ല. ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഭേദഗതി ബില്ലിലില്ല. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇവിടെ പിന്നെ ഉള്ള വിഭജന തന്ത്രം എന്ന് പറയുന്നത് പ്രോപ്പഗൻഡയാണ്. ആ പ്രോപ്പഗൻഡ എന്ന് പറയുന്നത് സംഘപരിവാർ ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വർഗീയ വിഭജന പ്രോപ്പഗൻഡയുടെ തുടർച്ച തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഡെമണൈസ് ചെയ്തുകൊണ്ട്, രാക്ഷസീയവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രചരണം ത്രൂ ഔട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിലും ഉള്ളത്. അതിൽ പാർട്ടി എന്നുള്ള രീതിയിലോ RSS സംഘടന എന്നുള്ള രീതിയിലോ നടത്തുന്ന പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഈ വഖഫ് വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു രേഖ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും വളരെയധികം പ്രതിഷേധാർഹമായിട്ടുള്ളൊരു രേഖയാണത്. ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടും ഈ പറഞ്ഞ വിഭജനത്തിൻ്റെ ഒരു പ്രോപ്പഗൻഡ നടത്തിക്കൊണ്ടുമുള്ള ഒരു രേഖയാണ് ആ വെബ്സൈറ്റിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പേരിൽ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു ടോണ് മുഴുവനും ഈ വഖഫ് എന്ന് പറയുന്നത് എന്തോ ഒരു വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്, ഈ രാജ്യത്തിന് വളരെ ആപത്തുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ടോണിലാണ് ആ കാര്യങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവിടെ വായിച്ചാൽ നമുക്ക് അതിനകത്തുനിന്ന് കുറേ വസ്തുതകൾ, അവർ പറയുന്നതിനകത്തുള്ള അബദ്ധങ്ങൾ നമുക്ക് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള കുറേ വസ്തുതകൾ അതിൽ തന്നെ ഉണ്ട് താനും.
13 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു വഖഫ് നിയമം എന്നുള്ള രീതിയിൽ വരുന്നത്. അത് അപ്പം തന്നെ പറയുന്നത് ബ്രിട്ടനിലെ പ്രിവി കൗൺസിൽ, അതായത് അന്നത്തെ സുപ്രീം കോർട്ട്, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പ്രിവി കൗൺസിൽ പറഞ്ഞു. എന്നിട്ടും ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കിയെന്നാണ്. അത് തന്നെ വസ്തുതാവിരുദ്ധമാണ്. പ്രിവി കൗൺസിൽ അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇന്ത്യയിൽ നിയമം അതിന് എതിരായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല അന്നത്തെ സാഹചര്യത്തിൽ. എന്നാൽ ഇതിൽ തുടക്കം തന്നെ ആ ഒരു ടോണിലാണ് പറഞ്ഞു വരുന്നത്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പലതും മിസ്ലീഡിംഗ് ആണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രചരണങ്ങളിലൊക്കെ വരുന്നത് ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ രേഖയിലും ആവർത്തിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്, ആ സ്വത്ത് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അള്ളാഹുവിൻ്റെ പേരിലാണ്, പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ളതാണ്. ഇത് വളരെ വിമർശനാത്മകമായ ഒരു കാര്യമാണ് എന്ന് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രോപ്പഗൻഡയിലും അത് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വസ്തുത നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡുണ്ടല്ലോ. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത്? ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യയിലുടനീളം പഴയ കാല രാജാക്കന്മാരും ഭരണക്കാരും ദേവന്മാരുടെ പേരിൽ, ദേവതകളുടെ പേരിൽ, അമ്പലങ്ങളുടെ പ്രതിഷ്ഠകളുടെ മൂർത്തികളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് അയ്യപ്പൻ്റെ പേരിലുണ്ട്, അത് ഗുരുവായൂരപ്പൻ്റെ പേരിലുണ്ട്, കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പേരിലുണ്ട്. എല്ലാത്തരം ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠകളുടെ പേരിലും സ്വത്തുക്കൾ എഴുതിയിട്ടുണ്ട്. തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം തന്നെ പത്മനാഭന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് വെപ്പ്. ആ രാജ്യം തന്നെ പത്മനാഭന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ല. അള്ളാഹുവിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. പത്മനാഭ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹൈന്ദവ ക്ഷേത്രം എന്നാണ് ഇപ്പോൾ പറയുന്നത്. 5 ലക്ഷം കോടി രൂപയിലേറെ മൂല്യമുള്ള സ്വത്തുക്കൾ അവിടെ ഉണ്ടെന്നാണ്. ആ സ്വത്തുക്കൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭക്തന്മാരുടെ വെർഷൻ മാത്രമല്ല, ലീഗലി ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് അതിൻ്റെ ഉത്തരം ആ സ്വത്തുക്കൾ പത്മനാഭൻ്റെ ആണെന്നാണ്. ശ്രീ പത്മനാഭൻ്റെ ആണ്, ഡേറ്റിയുടെ ശ്രീ പത്മനാഭൻ എന്ന മൂർത്തിയുടെ പേരിലുള്ള സ്വത്തുക്കളാണ് എന്നാണ് അതിൻ്റെ ലീഗലായിട്ടുള്ള ഉത്തരം. എന്നിട്ടാണ് അതിന് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് എല്ലാ പോലീസുകാരും എല്ലാം റൗണ്ട് ദ ക്ലോക്ക് കാവൽ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലം ഇന്ത്യൻ നിയമം അംഗീകരിക്കുന്ന പശ്ചാത്തലമാണ്. ഈ ഡെയ്റ്റി എന്ന് പറയുന്ന ഈ ആരാധനാമൂർത്തിക്ക് സ്വന്തം നിലയ്ക്ക് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു മൈനറുടെ സ്വത്തുക്കൾ ഏത് രീതിയിലാണോ ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് നിയമപരമായി സംരക്ഷിക്കുന്നത്, അതേ രൂപത്തിൽ ദേവസ്വം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനം ഈ മൂർത്തിയുടെ സ്വത്തുക്കളെ പരിപാലിക്കണം എന്നുള്ള നിയമപരമായ ഇൻ്റർപ്രിട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സമ്പ്രദായം പല പേരുകളിലായിട്ട് ഇന്ത്യയിൽ നിലവിലുള്ളത്. ചിലയിടത്ത് റിലീജിയസ് എൻഡോമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള പേരിലും മറ്റ് പല പേരുകളിലും പല സംസ്ഥാനങ്ങളിലും ഇതേ സംവിധാനമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അതൊക്കെ ദേവൻ്റെ പേരിലാണ് സ്വത്ത് ദേവൻ്റെ ആണ് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു പരികൽപ്പനയെ നിയമപരമായി അംഗീകരിച്ചുകൊണ്ടാണ്. എന്നാൽ ഇത് ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിൽക്കുകയും ഇതിനോട് യാതൊരു തരത്തിലുള്ള പ്രയാസവും തോന്നാതിരിക്കുകയും ചെയ്യുന്ന അതേ സാഹചര്യത്തിൽ സ്വത്ത് വഖഫ് ചെയ്യപ്പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ മാത്രം
അതെന്തോ ഒരു വലിയ പന്തികേടുള്ള കാര്യമാണ് എന്നും അതിലൊരു യുക്തിയില്ല എന്നും വൺസ് വക്കഫ് ആൾവേസ് വക്കഫ് എന്ന് പറയുന്നതിനകത്ത് ഒരു കഴമ്പുമില്ല എന്നും അതൊക്കെ തെറ്റാണ് എന്നും പ്രചരിപ്പിക്കാൻ ചിലർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരെ പോലെ കാണാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമവ്യവസ്ഥ തന്നെ വേറൊരു രീതിയിലേക്ക് പോകണം. ഒരു ഭാഗം അംഗീകരിച്ചുകൊണ്ട് അതൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ അഭിനയിച്ചുകൊണ്ട് മറ്റൊരു ഭാഗം മാത്രം എടുത്തിട്ട് പറയുമ്പോൾ അതിൻ്റെ ദുരുദ്ദേശം വളരെ വ്യക്തമാണ്. പത്മനാഭൻ്റെ സ്വത്ത് ഈ പറഞ്ഞ 5 ലക്ഷം കോടി തിരുവനന്തപുരത്തുണ്ട് എന്നല്ലാതെ ജനങ്ങൾക്ക് ആർക്കും അത് എടുത്ത് ഒരു ജനോപകാരപ്രദമായ ഒരു കാര്യത്തിനും ചെലവഴിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു കോടതി വിധി നിങ്ങൾക്കറിയാം. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സംഭാവന ചെയ്തപ്പോൾ ദേവന്റെ സ്വത്ത് ആ രീതിയിൽ സംഭാവന ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി വിധിക്കുകയുണ്ടായി. നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരിക്കൽ ഗുരുവായൂരപ്പൻ്റെ സ്വത്തായി കഴിഞ്ഞാൽ അത് ലോകാവസാനം വരെ ഗുരുവായൂരപ്പൻ്റെ സ്വത്താണ് എന്നുള്ളത് നിയമപരമായി അംഗീകരിക്കപ്പെടുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അവിടെ ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മാത്രം അത് ഉൾക്കൊള്ളുന്നതിന് ഒരു ദഹനക്കേട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ ദഹനക്കേടിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഇതിൽ വരുന്ന കാര്യങ്ങൾ, വഖഫ് ഹാസ് ഓൺലി സ്ട്രെങ്തൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. എഴുതി വരുന്ന ധ്വനി അങ്ങനെയാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വഖഫിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ധ്വനി. ഏതിൽ? നിങ്ങളൊരു രാഷ്ട്രീയ അഭിപ്രായമായിട്ട് ഇത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലാണ് ഇത് പറയുന്നത്. ഇനി പറയുന്നത് 1995 ആക്ടിനെ പറ്റി പറയുന്നു. വഖഫ് വാസ് മെയ്ഡ് ഈവൺ മോർ ഫേവറബിൾ ടു മുസ്ലിംസ് ഇൻ 1995. കേന്ദ്ര സർക്കാരിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. ദ വഖഫ് ആക്ട് വാസ് മെയ്ഡ് ഈവൺ മോർ ഫേവറബിൾ ടു, മുസ്ലിങ്ങൾക്ക് അത് കൂടുതൽ അനുകൂലമാക്കി തീർത്തു. ആ ടോണ് നിങ്ങൾ ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ 2013 അമെൻമെൻറ്റിനെയാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി പറയുന്നത്, സം പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് വെയർ അമെൻഡഡ് ഇൻ ദി ഇയർ 2013 ടു മേക്ക് വഖഫ് മാനേജ്മെന്റ് മോർ എഫിഷ്യൻറ്റ്. ഹൗവർ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് ദ ആക്ട് ഡിഡ് നോട്ട് പ്രൂവ് എഫക്റ്റീവ് ഇൻ ഇംപ്രൂവിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വഖഫ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2013 അമെൻമെൻറ്റ് വഖഫിനും മുസ്ലിം സമുദായത്തിനും അനുകൂലമായിട്ടുള്ള പരിപൂർണമായ സറണ്ടറാണ് എന്നാണ് ഒരു ഭാഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ എഴുതിയിരിക്കുന്നത്, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എഴുതിയിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇത് വഖഫിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇങ്ങനൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നുവെങ്കിലും ആ അമെൻമെൻറ്റ് ഫലവത്തായില്ല. അപ്പോൾ എന്താണ്, അത് കുറച്ചുകൂടെ ഫലവത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് വഖഫിനെ പറ്റി. വഖഫ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിങ് വഖഫ് സ്വത്താണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു എന്നുള്ളതാണ് ഒരു ക്ലെയിം, ഒരു ഉദാഹരണം പറയുന്നത്. പക്ഷെ അവരവിടെ ഒരു കാര്യം മറച്ചു വയ്ക്കുന്നുണ്ട്. മറച്ചു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേസ് വഖഫ് ട്രിബ്യൂണലിൽ പോയി. വഖഫ് ട്രിബ്യൂണൽ ഈ ക്ലെയിം ശരിയല്ല എന്ന് വിധിക്കുകയും ആ ക്ലെയിം തള്ളിക്കളയുകയും ചെയ്തു. നടക്കുന്ന പ്രചരണം എന്താണ്? വഖഫ് ബോർഡിൽ പോയാൽ നീതി കിട്ടില്ല, വഖഫ് ബോർഡ്
പിന്നെ വഖഫ് ട്രിബ്യൂണലിൽ പോയാൽ നീതി കിട്ടില്ല, അത് വഖഫ് ബോർഡിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് എന്ത് പറയുന്നോ അത് തന്നെയായിരിക്കും ട്രിബ്യൂണലിൻ്റെ വിധി എന്നാണ് പ്രചരണം. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കടലാസിൽ തന്നെ എടുത്തു കാണിക്കുന്ന സൂറത്ത് മുനിസിപ്പാലിറ്റിയുടെ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ട്രിബ്യൂണൽ അത് തള്ളിക്കളഞ്ഞു എന്നാണ്. എന്നിട്ടും ഇതിൽ പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റിൽ. അതുപോലെ ബാംഗ്ലൂർ ഈദ്ഗാഹ് ഗ്രൗണ്ട്, അതാണ് മറ്റൊരു ഉദാഹരണം. ബാംഗ്ലൂർ ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ വർഷത്തിൽ 2 തവണ ബക്രീദിനും റംസാനിനും നമാസ് നടത്താൻ വേണ്ടി മുസ്ലിം സമുദായത്തിന് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്ത സ്ഥലം അത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏറ്റെടുക്കണമെന്നും അത് മറ്റ് മത കാര്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കണമെന്നും മറ്റ് പൊതുക്കാര്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കണമെന്നും ഹിന്ദുത്വ സംഘടനകൾ ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ അവർ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈദ്ഗാഹ് മൈതാനവുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ നടക്കുന്ന വിവാദത്തിൻ്റെ യഥാർത്ഥ രൂപം അതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ രേഖയിൽ പറയുന്നത് നേരെ തിരിച്ചാണ്. ഈദ്ഗാഹ് വഖഫ് ബോർഡിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബാംഗ്ലൂർ ഈദ്ഗാഹ് ഗ്രൗണ്ടിൻ്റെ കാര്യം ഈ രേഖയിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു രേഖയാണ് വഖഫ് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ, ജനസമക്ഷം ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. It is observed that the state Waqf boards have also misused some of the provisions of the Act, which created disharmony and discontent among the communities. അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. This has not only generated enormous number of litigations but also to disharmony amongst the communities. എഴുതിയിരിക്കുകയാണ്. ഡിസാർമണി വരുത്താൻ വേണ്ടി ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതേ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇതേ ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ രേഖയിൽ പറയുന്നത് വഖഫ് ബോർഡ് മിസ്യൂസ് ചെയ്തതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ്. അതേസമയം ഈ ന്യൂനപക്ഷ വകുപ്പിൻ്റെ കയ്യിൽ വഖഫിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ള പരാതികളുടെ കാര്യം പറയുന്നുണ്ട്. അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഹൗ മെനി കംപ്ലൈൻറ്റ്സ് റിലേറ്റഡ് ടു വഖഫ് ഹാസ് ബീൻ റിസീവ്ഡ് ബൈ ദി മിനിസ്ട്രി എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോൾ അതിൽ പറയുന്നത് ഈ പരാതികളുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിൽഫുൾ എൻക്രോച്ച്മെൻറ്റ് ഓഫ് വഖഫ് ലാൻഡ്. ഇതാണ് ഏറ്റവും മുഖ്യമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള പരാതി എന്ന് അതിൽ തന്നെ പറയുന്നു. ഇതിൻ്റെ താഴെ തന്നെ പറയുന്നു. അതായത് വഖഫ് ബോർഡ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ വഖഫ് ബോർഡുകൾ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതല്ല വാസ്തവത്തിൽ മിനിസ്ട്രിയുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള പരാതികളിൽ ഭൂരിപക്ഷം എൻക്രോച്ച്മെൻറ്റിനെ പറ്റി, അതായത് വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് കൂടുതലായും പരാതിയായി ലഭിച്ചിട്ടുള്ളത് എന്ന് മിനിസ്ട്രി തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്. ഈ രേഖയിൽ ആക്ച്വലായിട്ട് ഈ വഖഫിൻ്റെ നിയമത്തിൽ വരുത്താൻ പോകുന്ന ഭേദഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭേദഗതികൾ ഞാൻ വായിക്കാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തൊക്കെയാണ് ഈ ഭേദഗതി പ്രപ്പോസ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. 5 വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ സ്വത്ത് വഖഫ് ചെയ്യാൻ പറ്റൂ. ഇതാണ് ഒരു ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അത് ഒരു അടിസ്ഥാന തത്വത്തിന് തന്നെ വിരുദ്ധമാണ്. ഒരു മുസ്ലിം മത കാര്യത്തിന് വേണ്ടി ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ സ്വത്ത് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ ഒരു സംഗതി ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ടിപ്പു സുൽത്താൻ എത്രയോ ക്ഷേത്രങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്, മറ്റു പലരും ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാവ് ഉൾപ്പെടെയുള്ള പ്രകടമായ ഹിന്ദു രാജാക്കന്മാർ എത്രയോ പേര് ക്രിസ്ത്യൻ പള്ളികൾക്ക് വേണ്ടിയിട്ടും മുസ്ലിം പള്ളികൾക്ക് വേണ്ടിയിട്ടും ധാരാളമായി സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്.
സാമൂതിരി വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാവനകൾ കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലാത്തൊരു രാജ്യമാണ്. അവിടെയാണ് പറയുന്നത് 5 വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചാൽ മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ദീർഘകാലം മതാവശ്യത്തിന് ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു വസ്തു വഖഫ് ആവുകയില്ല. ഇതാണ് മറ്റൊരു ഭേദഗതി. അനന്തരാവകാശി ഇല്ലാത്ത സ്വത്ത് വഖഫായി തീരുമെന്ന വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ആരോടും അവകാശ നിഷേധം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. ഇതാണ് മറ്റൊന്ന്. പിന്നെ സർക്കാർ സ്വത്തുക്കൾ വഖഫായി അവകാശപ്പെടാൻ കഴിയില്ല. സംശയാസ്പദ സാഹചര്യം വന്നാൽ ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും സർക്കാർ വസ്തു ആണെങ്കിൽ റവന്യൂ രേഖകൾ അനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യും. വഖഫ് ബോർഡിന് ഏതെങ്കിലും ഭൂമിയോ സ്വത്തുക്കളോ വഖഫ് സ്വത്താണോ എന്ന് പരിശോധന നടത്തി തീരുമാനിക്കാനാവില്ല. വഖഫ് ഭൂമി സർവേ നടത്താനുള്ള ചുമതല സർവേ കമ്മീഷണർമാരിൽ നിന്ന് മാറ്റി കളക്ടർമാരെ ഏൽപ്പിക്കും. കേന്ദ്ര വഖഫ് കൗൺസിലിലെ എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണമെന്ന നിബന്ധന നീക്കം ചെയ്യും. മുസ്ലിം അല്ലാത്ത 2 അംഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന വ്യവസ്ഥ കൊണ്ടുവരും. അതായത് മുസ്ലിം മതവിഭാഗത്തിൻ്റെ സ്വത്തുക്കൾ മാനേജ് ചെയ്യുന്ന ബോർഡിൽ മുസ്ലിം അല്ലാത്ത ആളുകളെയും ഉൾപ്പെടുത്തുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ ന്യായം അനുസരിച്ച് ദേവസ്വം ബോർഡിലെ മെമ്പർമാർ മുഴുവനും ഹിന്ദുക്കൾ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരുന്നവരത് സമ്മതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 2 അംഗങ്ങളെ MP, MLA, ബാർ കൗൺസിൽ മെമ്പർമാർ എന്നിവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രീതി മാറ്റി സംസ്ഥാന സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യാം എന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരും. ഇവർ 2 ആളും മുസ്ലിം സമുദായ അംഗങ്ങൾ ആവണമെന്നില്ല. സംസ്ഥാന വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യും. കമ്പൽസറി ആയിട്ട് 2 അംഗങ്ങൾ മുസ്ലിം അല്ലാത്തവർ വേണം എന്നാണ്. ഷിയ, സുന്നി, ബോറ, അഹമ്മദിയ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാൻ വ്യവസ്ഥ ചെയ്യും. വഖഫ് ട്രിബ്യൂണലിൽ ഒരു മതനിയമ വിദഗ്ധൻ ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ നീക്കം ചെയ്യും. സിറ്റിംഗ് ജഡ്ജി ആയിരിക്കണം ചെയർമാൻ എന്ന വ്യവസ്ഥ മാറ്റി വിരമിച്ച ജഡ്ജി ആയാലും മതി എന്ന് തിരുത്തും. വഖഫ് ട്രിബ്യൂണലിൽ സിറ്റിംഗ് ജഡ്ജി ആയിരിക്കണം ചെയർമാൻ. അത് മാറ്റി വിരമിച്ച ജഡ്ജി മതി എന്ന് പറഞ്ഞാൽ ഇതിനെ ദുർബലപ്പെടുത്തുകയാണോ ചെയ്യുന്നത്, ശക്തിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ട്രൈബ്യൂണൽ വിധിക്കെതിരെ 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ വ്യവസ്ഥ ചെയ്യും. ഓൾറെഡി ഉണ്ട്. അതിനകത്ത് സിവിൽ കോർട്ടിൽ അപ്പീൽ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഹൈക്കോടതിയിൽ ചെയ്യാം, സുപ്രീം കോടതിയിൽ ചെയ്യാം എന്ന് തന്നെയാണ്. അത് ഇതിനകത്ത് സ്പെൽ ഔട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന് വഖഫ് കണക്കുകൾ CAG കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കാം. രജിസ്ട്രേഷൻ, മിനിറ്റ്സ് അംഗീകരിക്കൽ, അക്കൗണ്ട്സ് പ്രസിദ്ധീകരിക്കൽ എന്നീ കാര്യങ്ങളിൽ ചട്ടങ്ങൾ നിർമ്മിക്കാം. ബോറ, ആഗാഖാനി തുടങ്ങിയ വിഭാഗങ്ങൾക്ക് 15% കൂടുതൽ വഖഫ് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക വഖഫ് ബോർഡ് തന്നെ രൂപീകരിക്കും. ഇതാണ് അമെൻമെൻറ്റ്. ഈ പറയുന്ന ഇത്രയും അമെൻമെൻറ്റാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നിയമ ഭേദഗതി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഞാൻ ഈ ആദ്യം പറഞ്ഞപ്പോൾ ഈ പ്രചരണങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ വിമർശനങ്ങളിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊന്നും പോരാഞ്ഞ് നിലവിലുള്ള സുന്നി വഖഫ് ബോർഡിന് പുറമേ പല പല വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് വഖഫ് പുതുതായിട്ട് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രപ്പോസൽ. നിയമത്തിൻ്റെ പ്രപ്പോസൽ അതാ. ഉള്ള വഖഫ് ബോർഡ് തന്നെ പ്രശ്നമാണെന്നാണ് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വഖഫ് ബോർഡ് ഉണ്ടാക്കുമെന്നാണ് ഭേദഗതി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സമ്പൂർണമായ ഒരു പൊള്ളത്തരവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സത്യസന്ധതയില്ലായ്മയും രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിഷയത്തെ ഉപയോഗിക്കുക, നിയമപരമായി അത് പാസ്സാക്കുമ്പോൾ വേറെ പല രീതിയിൽ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരിക, ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് വഖഫിൻ്റെ പേരിൽ ഭേദഗതി എന്നുള്ള പേരിൽ വരുന്നത്. ആ ഭേദഗതി മുഴുവൻ അവർ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ രേഖയിൽ അവർ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ഒരു പ്രശ്നവും, ഇതിൻ്റെ പേരിൽ പറയപ്പെടുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു കാര്യവും അതിനകത്തില്ല. ആകെയുള്ള കാര്യം സർക്കാർ
കയ്യിലുള്ള സർക്കാരിൻ്റെ കയ്യിലുള്ള സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പ്രത്യേകമായ ഒരു സംരക്ഷണം അതിനകത്ത് പറയുന്നത്. അല്ലാതെ നിലവിലുള്ള വ്യവസ്ഥിതിയുമായിട്ട് മേജർ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ ഒന്നുമില്ല ആ പ്രശ്നപരിഹാരം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബോർഡിനകത്ത് വേറെ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരെയും കൂടി നിർബന്ധമായി ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പിന്നെ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ഉദ്ദേശവും ദുരുദ്ദേശവും എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ പ്രചരണങ്ങളുടെ പ്രധാനപ്പെട്ട ഊന്നൽ എന്താണെന്ന് വെച്ചാൽ, വഖഫ് എന്ന് പറയുന്നത് ലാൻഡ് ഗ്രാബേഴ്സാണ്, അതായത് ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു മാഫിയയാണ് വഖഫ് എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സത്യത്തിൽ ഈ ഭൂമി പിടിച്ചെടുക്കുന്ന പരിപാടി ഇന്ത്യയിൽ മതത്തിൻ്റെ കാര്യത്തിൽ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ ഭൂമിയുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയും ആ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി നാട്ടുകാരെ ഇളക്കി വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പണി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് സംഘപരിവാറാണ്. ബാബരി മസ്ജിദിൽ നമ്മൾ കണ്ടു, ആ ലാൻഡ് ഗ്രാബിങ്ങിന് ഒരു കാർമ്മികത്വം വഹിക്കുന്ന പണിയാണ് ഏറ്റവും അവസാനം സുപ്രീം കോടതി ചെയ്തത്. പല സ്ഥലത്തുണ്ട്. ഇനിയിപ്പോൾ കാശിയിലുണ്ട്, മധുരയിലുണ്ട്, സംഭലിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, താജ്മഹലിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പം ലാൻഡ് ഗ്രാബിങ്ങിനുള്ള അറ്റംപ്റ്റ് നടത്തുന്ന ആരാ? ഭൂമി പിടിച്ചെടുക്കാനുള്ള അറ്റംപ്റ്റ് ആരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഉദ്ദേശം എന്താണ്? ഈ പ്രചരണങ്ങളുടെ ഉദ്ദേശം ഭീതി വളർത്തുക, അവിശ്വാസം വളർത്തുക, കമ്മ്യൂണിറ്റീസിനെ, സമുദായങ്ങളെ തമ്മിൽ പിന്നെ അകറ്റുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നിർഭാഗ്യവശാൽ അതിനകത്ത് വീണു പോകുന്ന ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന കുറേ ആളുകളെങ്കിലും ഈ മുനമ്പം വഖഫ് വിഷയത്തിൽ ആ രീതിയിലുള്ള പരാമർശങ്ങളുമായിട്ട് വന്നു. അങ്ങനെയുള്ള സാമുദായികമായിട്ടുള്ള ഒരു പോളറൈസേഷൻ ചെറിയ രൂപത്തിലാണെങ്കിലും അവിടെ വന്നു, ആ വിഷയവുമായിട്ട് നിർത്തിക്കൊണ്ട്. അപ്പം ഇതൊക്കെ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്തിട്ട് സമൂഹത്തിൽ വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. ഇനി ഈ ചർച്ച നടത്തുമ്പോൾ, ഈ കാര്യം പറയുമ്പോൾ അവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഭൂമിയുടെ ഓണർഷിപ്പിനെ കുറിച്ചാണ്. കാരണം അത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ തന്നെ ആളുകളുടെ ഇടയിൽ, പൊതുജനങ്ങളുടെ ഇടയിൽ ഭൂമിയുടെ ഓണർഷിപ്പിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അറിവ് കുറവോ ഉണ്ട് എന്നുള്ളത് ഈ ചർച്ചയിൽ നമ്മൾ പല ഗ്രൂപ്പുകളിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭൂമി ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്, ഞാനത് പോക്കുവരവ് ചെയ്തിട്ടുണ്ട്, ഞാനതിന് നികുതി അടയ്ക്കുന്നുണ്ട്, ഞാനത് അവിടെ ഒരു കെട്ടിടമുണ്ടെങ്കിൽ ഞാനത് കോർപ്പറേഷനിൽ നികുതി അടയ്ക്കുന്നു, കെട്ടിട നമ്പറുണ്ട്, അതോടുകൂടി എൻ്റെ റൈറ്റ് അബ്സല്യൂട്ടാണ്, എനിക്കതിൽ പരിപൂർണ അവകാശമുണ്ട് എന്നുള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണ തീർച്ചയായിട്ടും ആ ധാരണ തെറ്റാണെന്ന് ഞാൻ പറയില്ല. ബഹുഭൂരിപക്ഷം കേസുകളിലും ആ ധാരണ ശരി തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ നിയമപരമായ രീതിയും. എന്നാൽ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭൂമിയുടെ ടൈറ്റിലിനെ കുറിച്ച് ഒരു 2-3 പാരഗ്രാഫ് നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്ന ആധാരത്തിലുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി ഉണ്ടെങ്കിൽ, അതിൻ്റെ ആധാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ഭൂമിയുടെ ഉടമസ്ഥതയെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ എല്ലാം ആധാരങ്ങളിലുണ്ട്. ഈ ഭൂമിയിൽ മൈനറുടെ അവകാശങ്ങളെ പറ്റിയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇത് നിക്ഷിപ്ത വനഭൂമിയിൽ പെടുന്നില്ല. ഇത് പിന്നെ ഈ SC ST വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഇതിനകത്ത് ഇല്ല. ഇതിൽ റവന്യൂ റിക്കവറി സംബന്ധമായ നടപടികളൊന്നും ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരു തരത്തിലുള്ള ചാർജോ മോഡ്ഗേജോ പ്ലെഡ്ജോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു തരത്തിലുള്ള ബാധ്യതയും ഈ ഭൂമിയിലില്ല. സർക്കാർ ഭൂമി
ഇതിനകത്ത് എവിടെയും ഉൾപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 2-3 പാരഗ്രാഫായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാ ആധാരങ്ങളിലും ഉണ്ടാവും. നമ്മുടെ കേരള സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മോഡൽ ആധാരമുണ്ട്, ആധാരത്തിൻ്റെ മാതൃക പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വായിച്ചു നോക്കിയാൽ അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ തരത്തിൽ ഉള്ള പാരഗ്രാഫ് എഴുതി ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആധാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നാലും ഇതിലുൾപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം പിന്നീട് റേസ് ചെയ്യപ്പെട്ടാൽ അത് കേസായിട്ട് മാറും. അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ഈ ആധാരം രജിസ്റ്റർ ചെയ്ത ആൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദീർഘകാലത്തെ ലിറ്റിഗേഷനിലേക്ക്, നിയമയുദ്ധത്തിലേക്ക് പോകും. ഇത്തരത്തിൽ ആളുകൾക്ക് സ്വന്തം ഭൂമി, ഈ പറയുന്ന കരമടച്ച് വരുന്ന ആധാരം കയ്യിലുള്ള ഭൂമി ഉപയോഗിക്കാൻ പറ്റാതെ പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലെ പല നഗരങ്ങളുടെയും കണ്ണായ ഭാഗങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യക്ഷമായ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാൻ സമയം തീരാറായി. മൂന്നാറിലെ ഈ റിസോർട്ടുകളെല്ലാം പൊളിപ്പിച്ചല്ലോ. ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ സർവമാന നികുതിയും അടച്ചിട്ട് പിന്നെ കടലാസ കയ്യിലുള്ള ഭൂമിയാണ്. എറണാകുളത്ത് കായൽവാരത്ത് 2 ബിൽഡിങ് പൊളിച്ചല്ലോ, നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. എല്ലാ രേഖയുണ്ട്, കോർപ്പറേഷൻ്റെ രേഖയും വില്ലേജിൻ്റെ രേഖയും സർവ്വരേഖയുണ്ട്, രജിസ്റ്റർ ഓഫീസിൻ്റെ രേഖ സർവ്വരേഖയുണ്ട്. പക്ഷേ കെട്ടിടം പൊളിച്ചില്ലേ. അപ്പം ടൈറ്റിൽ എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഇറ്റ് ഹാസ് ടു, ആധാരം കയ്യിലുണ്ടെന്ന് മാത്രമല്ല, ഇറ്റ് ഹാസ് ടു പിന്നെ ഫേസ് ദ ടെസ്റ്റ് ഓഫ് ലോ ചില സമയങ്ങളിൽ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷ കേസിലും സംഗതി ശരിയാണെങ്കിലും ഭൂമിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ എവല്യൂഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആ ടൈറ്റിൽ ക്ലിയർ ആവും. അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ ചില കേസിൽ അത് തെളിയിക്കാൻ കഴിയും, ചില കേസിൽ അത് വളരെ നീണ്ടുപോകും. മുനമ്പത്ത് അത് വളരെ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. മുനമ്പ ഭൂമി വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്നാണ് നിസാർ കമ്മിറ്റി കണ്ടുപിടിച്ചത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത്. പക്ഷെ ഇത് ചെയ്യപ്പെടുന്നത് 1950കളിലാണ്. ഫാറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് എന്നും പറയുന്നുണ്ട്. ഇപ്പം ഫാറൂഖ് കോളേജ് പറയുന്നത് അത് വഖഫ് ഭൂമിയല്ല, അത് ഞങ്ങളുടെ ആണ് എന്നാണ്, കോളേജിൻ്റെ തന്നെയാണ് എന്ന് ഫാറൂഖ് കോളേജ് പറയുന്നു. എന്തായാലും ഇഷ്യൂ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഫാറൂഖ് കോളേജിന് ഒരു പവർ ഓഫ് അറ്റോർണി ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ പവർ ഓഫ് അറ്റോർണി ആണ് മറിച്ചു വിറ്റത്. അവരിൽ നിന്ന് മറ്റുള്ളവർ വാങ്ങി. ഏതാണ്ട് 10-70 വർഷമായിട്ട് ആളുകൾ വാങ്ങുകയും മറിച്ച് വിൽക്കുകയും വാങ്ങുകയും കരമടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. സർക്കാർ ഇപ്പോൾ അവിടെ പിന്നെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, CN രാമചന്ദ്രൻ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് വളരെ ക്ലിയറാണ്. അവിടെ ഉള്ള താമസിച്ചു വരുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഓണേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്താണ് നിയമപരമായ മാർഗം എന്ന് കണ്ടുപിടിക്കണം തന്നെയാണ് പറഞ്ഞേക്കണേ. അതിനകത്ത് വേറെ ഇതെന്താണെന്ന് അന്വേഷിക്കണം എന്ന് പൊതുവായി പറയല്ല. ഏത് രീതിയിൽ ഈ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളത് അന്വേഷിച്ച് 3 മാസത്തിനകം പിന്നെ റിപ്പോർട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങൾ കുറച്ച് കെട്ടടങ്ങി നിൽക്കുന്നത്. എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ പ്രോബ്ലംസ് വരുമ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് വഖഫിൻ്റെ കേസിൽ മാത്രമല്ല, ദേവസ്വം ഭൂമി ഇതുപോലെ ഒഴിപ്പിച്ച സംഭവങ്ങളുണ്ട്, പത്രത്തിൽ അടക്കം വന്നിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ നിക്ഷിപ്ത ഭൂമി, സർക്കാരിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുന്നുണ്ട്. ഗോൾഫ് ലിങ്ക് കേരള സർക്കാർ ഏറ്റെടുത്തത് അങ്ങനത്തെ ഒരു കേസാണ്. ട്രിവാൻഡ്രം ക്ലബ്ബ് ഗവൺമെൻറ് ഇപ്പോൾ ഉടനെ ഏറ്റെടുക്കും എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള കേസാണ്. നെല്ലിയമ്പതിയിലുള്ള പിന്നെ പ്ലാന്റേഷൻ എൻക്രോച്ച്മെൻ്റ് ഏരിയയാണ്, വനഭൂമി ആണ് എന്നുള്ള വിഷയം, വയനാട്ടിൽ വനഭൂമിയാണെന്നുള്ള വിഷയം
ഈ കേസുകളെല്ലാം ഉണ്ട്, ഇത്തരത്തിലുള്ള പല കേസുകളും ഉണ്ട്. എങ്കിലും ഇത്രയേറെ ജനങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് രവീന്ദ്രൻ പട്ടയത്തിൻ്റെ വിഷയമാണ്. ഇടുക്കി, പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലുള്ള വ്യാജ പട്ടയം, രവീന്ദ്രൻ പട്ടയം എന്നറിയപ്പെടുന്ന വ്യാജ പട്ടയത്തിൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന കേസ് വന്നിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ ദീർഘകാല ലിറ്റിഗേഷൻ കൊണ്ടാണ് അതിൻ്റെ മിക്കവാറും പ്രശ്നങ്ങൾ തീർക്കാൻ സാധിച്ചത്. മുഴുവനും ഇപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും തീർച്ചയായിട്ടും സാമൂഹ്യ മേഖലയിൽ രൂപപ്പെട്ടു വരും. അത് അനിവാര്യമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് സംയമനം പാലിച്ചുകൊണ്ട്, മിതത്വം പാലിച്ചുകൊണ്ട്, ജനങ്ങൾ തമ്മിലുള്ള ഐക്യം തകരാതെ അത് സമാധാനപരമായി, ജനാധിപത്യപരമായി, നിയമപരമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. അതിന് ശ്രമിക്കാതെ ഇതിനെ ഒരു സ്പർദ്ധയുണ്ടാക്കാനുള്ള ഒരു വിഷയമായി, സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു വിഷയമായി ആരെങ്കിലും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണെന്നുണ്ടെങ്കിലും നമ്മൾ നിശ്ചിതമായി അതിനെ എതിർക്കുകയും അത്തരത്തിലുള്ള ശ്രമങ്ങളെ മുളയിലെ നുള്ളുകയും വേണം. അതാണ് പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഈ പറയുന്ന അള്ളാഹിലും വിശ്വസിക്കുന്നില്ല, പത്മനാഭനിലും വിശ്വസിക്കുന്നില്ല, ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. ഒരു മതവും മനുഷ്യർക്ക് ആവശ്യമില്ല. മനുഷ്യർക്ക് ജീവിക്കാൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നാട്ടിലെ നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു നാട്ടിൽ ഈ കാര്യങ്ങൾ വരും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സങ്കീർണതയും അതിൻ്റെ എല്ലാ അടരുകളും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കണം എന്നുള്ള അടിസ്ഥാനത്തിലും ഇതിനകത്ത് ദുരിതം അനുഭവിക്കുന്ന വിഭാഗം ഏതാണെന്ന് കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള ഒരു സമീപനത്തിലുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിന് പകരം ഇത് വെച്ച് മുതലെടുക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളെയും നമ്മൾ ശക്തിയായിട്ട് തുറന്നു തന്നെ, വാചാലമായി തന്നെ എതിർക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.